DSPയിലെ ബട്ടർഫ്ലൈ ഡയഗ്രാം എല്ലാവരും ഒരു പേടി സ്വപ്നമാണത്. ഏത് DSP എക്സാം ആയാലും 10 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടാവും ബട്ടർഫ്ലൈ ഡയഗ്രാം വരയ്ക്കാനായിട്ട്. ഈ ഒരു വീഡിയോയിൽ ബട്ടർഫ്ലൈ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. കാൽക്കുലേഷൻസ് വേറൊരു വീഡിയോയിലായിരിക്കും ഉള്ളത്. സ്ട്രൈറ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതേപോലെ 2 ലൈനുകൾ വരയ്ക്കുക. സ്കെയിൽ ഉപയോഗിച്ച് നീറ്റായിട്ട് വരയ്ക്കുക. നീറ്റ്നെസ് ഉണ്ടെങ്കിൽ കാൽക്കുലേഷൻസ് ഈസി ആവും. നമ്മൾ ചെയ്യുന്നത് 8 പോയിന്റ് DFT ആണ്. അപ്പോൾ ഇതേപോലെ താഴേക്ക് 3 ഗ്രൂപ്പ് ലൈൻസും കൂടി വേണം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വരച്ച ഫിഗറിനെ 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ ഓരോ സ്റ്റേജിലും ബട്ടർഫ്ലൈയെ വരയ്ക്കണം. ഫസ്റ്റ് സ്റ്റേജിൽ ബട്ടർഫ്ലൈ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഈ ക്രോസ് ലൈനെയാണ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഇതിനെ ബട്ടർഫ്ലൈ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഇതാ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ കംപ്ലീറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റേജിൽ ബട്ടർഫ്ലൈ വരയ്ക്കുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ വരച്ചത് 2 ലൈനിൽ മാത്രം ചേർത്താണ് ബട്ടർഫ്ലൈ വരച്ചത്. സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോൾ അടുത്ത ഗ്രൂപ്പും കൂടെ നമ്മൾ ചേർത്തിട്ടാണ് ബട്ടർഫ്ലൈ വരയ്ക്കുന്നത്. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഡയഗ്രാം കറക്റ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ പിന്നെ കാൽക്കുലേഷൻസ് ഈസിയാണ്. ഇപ്പോൾ നമ്മൾ വരച്ച പാറ്റേണിൽ തന്നെ സെക്കൻഡ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുക. അവസാനത്തെ സ്റ്റേജിൽ 1ാമത്തെ ലൈനും അതേപോലെ 5ാമത്തെ ലൈനും തമ്മിലാണ് കണക്ഷൻ വരുന്നത്. സെക്കൻഡ് ലൈനും 6th ലൈനും തമ്മിലാണ് കണക്ഷൻ വരുന്നത്. ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് ബട്ടർഫ്ലൈ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ഇൻപുട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അതായത് ക്വസ്റ്റ്യനിലുള്ള വാല്യൂസ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കൊടുത്തിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നത് ഫൈനൽ സ്റ്റേജിൽ നിന്നാണ്.